കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 സെൻസെക്സ് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 85,978.84 രൂപയിലെത്തിയിരുന്നു. പിന്നീടുണ്ടായത് ഇന്ത്യൻ ഓഹരി വിപണിയിലെ എക്കാലത്തെയും വലിയ ഇടിവായിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ ബെഞ്ച് മാർക്ക് സൂചിക 10,000 പോയിന്റ് അഥവാ 11.79% ഇടിഞ്ഞത്. ഇത് ഞെട്ടിച്ചത് നിക്ഷേപകരെയും അടയാളപ്പെടുത്തിയത് ഗണ്യമായ നഷ്ടവുമായിരുന്നു. NSE നിഫ്റ്റി സൂചികയും ഇതേ കാലയളവിൽ 12.38% ഇടിവ് നേരിട്ടു. 4 മാസത്തിനുള്ളിൽ NSE ലാർജ് ക്യാപ് സൂചികയിലും 13.27% ഇടിവുണ്ടാക്കിയത്. ഓഹരി വിപണിയുടെ കുതിപ്പ് ചൈനയെ പിന്തള്ളി ലോകത്തിൽ ഏറ്റവും അധികം വളർച്ച നിരക്ക് നേടുന്ന രാജ്യമെന്നെല്ലാമായിരുന്നു 2024 തുടക്കത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഖ്യാതി. എന്നാൽ 2025 തുടക്കത്തിൽ അതല്ല സ്ഥിതി. ഇന്ത്യയുടെ GDP വളർച്ച മന്ദഗതിയിലായതോടെ സാമ്പത്തിക ഭൂപ്രകൃതി കാര്യമായ മാറ്റങ്ങൾക്കാണ് വിധേയമായത്. അതിന്റെ ഏറ്റവും നല്ല സൂചന ഓഹരി കമ്പോളത്തിലെ കലങ്ങിമറിയലാണ്. ഉയർന്ന US ബോണ്ട് വരുമാനം രൂപയുൾപ്പെടെ മിക്ക കറൻസികൾക്കെതിരായി ഡോളറെ ശക്തിപ്പെടുത്തുന്നത് മുതൽ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന്റെ അനന്തര ഫലങ്ങൾ വരെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയിലാണ്. ചൈനയെ പിന്തള്ളി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി പ്രഖ്യാപിക്കുകയുമുണ്ടായി. 2022 ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ബ്രിട്ടനെ പിന്തള്ളുകയും ചെയ്തിരുന്നു. അടുത്ത വർഷത്തോടെ ജർമ്മനിയെ 4ാം സ്ഥാനത്തേക്ക് തള്ളുമെന്നാണ് നിലവിലുള്ള ഒരു കാൽക്കുലേഷൻ. എന്നാൽ ആഗോള റാങ്കിങ്ങിൽ മുന്നേറുമ്പോഴും അതിന്റെ വൾണറബിലിറ്റീസ് വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ഓഹരി വിപണിയുടെ കഴിഞ്ഞ 4 മാസത്തെ കണക്കെടുക്കുമ്പോൾ വിപരീത ഫലമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അതിവേഗം ഇടിയുമ്പോൾ ഇത് ആഗോളതലത്തിൽ ആഭ്യന്തര വരുമാനം കൂപ്പുകുത്തുന്നതിന് ഇടയാക്കുകയായിരുന്നു. 20 വർഷം മുൻപ് ഇന്ത്യക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തോന്നിയ ഒരു ചെറിയ കാലയളവുണ്ടായിരുന്നു. എന്നാൽ ബാങ്കുകൾ ബിസിനസ്സുകൾക്ക് അൺസസ്റ്റൈനബിൾ ആയി വായ്പ നൽകുന്നതിനെ ആശ്രയിച്ചിരിക്കും ആ വളർച്ചയും. 2020 തുടക്കത്തിൽ ഇന്ത്യൻ ഓഹരികളിലെ നിക്ഷേപകരുടെ മൂല്യം 2024 സെപ്റ്റംബറോടെ 3 ഇരട്ടിയായി ഉയർന്നിരുന്നു. പ്രധാന വിപണി സൂചികകൾ റെക്കോർഡ് ഉയരത്തിലായിരുന്നു എത്തിയത്. ഓഹരികൾ വാങ്ങുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതൽ വേഗത്തിൽ വളർന്നു. ഇത് വില ഉയരാനും സഹായകമായി. ജൂണിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ത്യയുടെ പുതിയ നിക്ഷേപക വിഭാഗം തങ്ങളുടെ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. മോഡിയുടെ ആദ്യ 2 ടേമുകളിൽ നിക്ഷേപ അക്കൗണ്ടുകളുള്ള ഇന്ത്യക്കാരുടെ എണ്ണം 22 ദശലക്ഷത്തിൽ നിന്ന് 150 ദശലക്ഷമായി ഉയർന്നുവെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാളിന്റെ പഠനത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മോഡിയുടെ ആദ്യ ടേമിൽ രാജ്യത്തിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ പറയുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആശയങ്ങളിൽ സർക്കാർ പുറകോട്ടാണെന്നാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് വരുമാനവും വേതനവും തടസ്സപ്പെടുത്തുന്നതും ഒരു വിഷയമാണ്. സമ്പദ് വ്യവസ്ഥയിലെ പല തൊഴിലാളികൾക്കും മിനിമം വേതനം ഒരു ദിവസം വെറും $2 മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം നികത്താനും സ്റ്റോക്ക് ഉയർത്താനും നിക്ഷേപകരില്ലെന്നർത്ഥം. ജനസംഖ്യയിലെ ഉയർന്ന 10% ഇടയിലുള്ളവർ സ്റ്റോക്ക് മാർക്കറ്റ് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ടെങ്കിലും 50% ആളുകളും അതിലേക്ക് എത്താൻ പാടുപെടുന്നവരാണ്. ഇപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾ വാങ്ങാനോ നിറവേറ്റാനോ കഷ്ടപ്പെടുന്നവരുമാണ്. സാധാരണക്കാരിൽ ഏകദേശം 100 ദശലക്ഷം ആളുകൾ സൗജന്യ ദാനത്തിന് അർഹരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിലവിലെ സാമ്പത്തിക ഉപദേഷ്ടാവായ അനന്ത നാഗേശ്വരൻ നികുതി ഇളവുകൾ ഉൾപ്പെടുത്തിയേക്കാമെന്ന് പ്രതീക്ഷ ഉണർത്തിയിട്ടുമുണ്ട്. കൂടുതൽ പണം ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുന്നുവെന്ന പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് വേണം കരുതാൻ.